മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പ് കേസിൽ SIT പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. GST കമ്മീഷണർക്കാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം GST കമ്മീഷണർ സർക്കാരിന് കൈമാറും. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ SIT GST കമ്മീഷണർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ SIT റിപ്പോർട്ടിൽ വിശദമായി പരിശോധിച്ച ശേഷം GST കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ ഉണ്ടാകുക. വിജിലൻസ് അന്വേഷണം അടക്കം സർക്കാർ പ്രഖ്യാപിക്കാൻ സാധ്യത ഈ റിപ്പോർട്ട് സർക്കാരിന് GST കമ്മീഷണർ കൈമാറിയതിനു ശേഷമായിരിക്കും. എന്തായാലും വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ SIT പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പ്രാഥമിക റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് ഇത്തരത്തിൽ GST തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാരിനെ അടക്കം കുരുക്കിലാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഈ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. സ്പോൺസർ ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടത്തിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്പോൺസർഷിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിൽ സ്പോൺസർക്ക് അനുമതി നൽകിയെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളൊന്നും കൃത്യമായിട്ടല്ല നടന്നത്. ഒരു കരാർ കൃത്യമായിട്ട് ഈ സ്പോൺസറും സർക്കാരുമായി ഉണ്ടാക്കിയിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ GST കമ്മീഷണർ നൽകുന്ന ഈ കൈമാറുന്ന റിപ്പോർട്ടിന്മേലായിരിക്കും സർക്കാർ ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും കേരളത്തിലേക്കുള്ള മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് മുൻ കായിക മന്ത്രി V. അബ്ദുറഹ്മാനെ അടക്കം ചോദ്യം ചെയ്യണമെന്നായിരുന്നു കായിക വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ മുൻ കായിക മന്ത്രി അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ GST കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും സർക്കാർ ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധ്യത. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്.